ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്. നമുക്കിന്നൊരു തട്ടുകട സ്റ്റൈൽ ഉള്ളിവട ഉണ്ടാക്കിയാലോ? അതിനായിട്ട് വേണ്ടിയ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, സവോള, പിന്നെ കടലമാവ്. കടലമാവിന് തരി ഉണ്ടെങ്കിൽ നന്നായിട്ട് ഉടച്ചെടുക്കുക. ഇതുപോലെ ഉടച്ചെടുക്കുക. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയിലേക്ക് ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുക. കറിവേപ്പില കുറച്ച് ഡാർക്ക് കളറായിട്ടാണ് നമ്മുടെ ഇപ്പോൾ ഇരിക്കുന്നത്. കാരണം നമുക്കിവിടെ ലോക്കലി കറിവേപ്പില അവൈലബിൾ അല്ല. അതുകൊണ്ട് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് നമ്മൾ ഫ്രീസറിൽ സ്റ്റോക്ക് ചെയ്യുകയാണ്. അതുകൊണ്ടാണ് അതിന് ആ ഒരു ഡാർക്ക് കളർ വരുന്നത്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കണം കേട്ടോ. ഉപ്പും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം ഈവൻ ആയിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിലേക്ക് കടലമാവ് ആഡ് ചെയ്ത് കൊടുക്കുക. ഒറ്റയടിക്ക് കടലമാവ് കൊണ്ടുപോയി ഇടരുത്. ഇട്ട് കഴിഞ്ഞാൽ അത് കട്ട പിടിച്ചിരിക്കും. ഈ പ്രോപ്പറായിട്ട് നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് കുറേശ്ശെ കടലമാവ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് പോരാ എങ്കിൽ കുറച്ചുകൂടി കടലമാവ് ആഡ് ചെയ്ത് കൊടുക്കുക. നോക്കുക, അളവ് നോക്കിയിട്ട് പോരാ എങ്കിൽ സ്പൂണിന് കുറച്ചുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ കുറച്ച് സോഡാപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് ഒരു അരമണിക്കൂർ വയ്ക്കുക. അതിനുശേഷം എണ്ണ വെച്ചു പാനിൽ. ആ എണ്ണ ചൂടായോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു നുള്ള് മാവിട്ട് കൊടുക്കുക. മാവിട്ട് നോക്കുമ്പോൾ അത് ബബിൾ വന്ന് എണ്ണയുടെ ടോപ്പിലേക്ക് പൊങ്ങി വരികയാണെങ്കിൽ എണ്ണ പാകത്തിനായിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളിവടയുടെ മാവ് ഇതുപോലെ തുളയുണ്ടാക്കി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. എണ്ണയിലേക്ക് സ്ലോ ആയിട്ട് ഇടുക. ഒറ്റയടിക്കിട്ട് കൈ പൊള്ളിക്കരുത് ആരും. ഒരു കുറച്ച് നേരം വയ്ക്കുക. അതിപ്പം ജസ്റ്റ് ഒരു ഫ്രൈ ആയിട്ട് വരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വന്നു കഴിയുമ്പോൾ ഇതുപോലെ തവി വെച്ച് മറിച്ച് കൊടുക്കുക. ഇടയ്ക്ക് നോക്കിക്കോണം, കരിഞ്ഞു പോകരുത്. കരിഞ്ഞു പോകാൻ പാടില്ല. പക്ഷേ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ഇതിങ്ങനെ മറിച്ച് കൊടുത്തോണ്ടിരിക്കുക. ഇതുപോലെ. ഇതിപ്പോൾ കരിഞ്ഞതല്ല കേട്ടോ. ഇത് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാണ്. നമുക്ക് ഇവിടെ യെല്ലോ ലൈറ്റാണ് വീടിൻ്റെ അകത്തൊക്കെ. അതുകൊണ്ടാണ് അത്ര ക്ലാരിറ്റി തോന്നാത്തത്. അങ്ങനെ സിമ്പിളായിട്ട് നമ്മുടെ ഉള്ളിവട റെഡി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളല്ലേ? നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഒരു ഉള്ളിവടയും ഒരു ചായയും ഒക്കെ ആയിട്ടങ്ങ് എൻജോയ് ചെയ്യാമെന്നേ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഹാവ് എ നൈസ് ഈവനിങ്. ബൈ ബൈ.